ലാലേട്ടൻ ഇന്ന് വന്നപ്പോൾ പവർ ടീമിനെ എടുത്തുനിന്ന് കുടയാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നു. പവർ ടീമിന് എതിരെ ഒരു ലെറ്റർ പ്രേക്ഷകർ കൊടുത്ത ഒരു ലെറ്ററുമായിട്ടാണ് ലാലേട്ടൻ വരുന്നത്. അതും പ്രകാരം പവർ ടീം വളരെ മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. അതുപോലെ സർ അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കുന്നത് മോശപ്പെട്ട രീതിയാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്തെ രീതിയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓരോ വ്യക്തികളോടും പവർ ടീമിൻ്റെ പ്രകടനം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഓരോ വ്യക്തികളും പവർ ടീമിൻ്റെ പ്രകടനം മോശമായിട്ടാണ് പറയുന്നത്. ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞത് ഫിജോയും രതീഷും തമ്മിൽ ഇരിയിട്ടപ്പം രണ്ടുപേർക്കും കഫേര ഇട്ട് കൊടുത്തത് മാത്രമുണ്ട് ഒരു നല്ല മൂമെൻറ്റ്, അല്ലാതെ വേറെ ഒന്നും തന്നെ നല്ലതായിട്ടൊന്നും കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ പവർ ടീമിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്പർദ്ധ ഉണ്ടായിരുന്നു എന്നും പലരും പറയുന്നുണ്ട്. ലാലേട്ടൻ ജിൻഡോയോടും ചോദിക്കുന്നുണ്ട്. ജിൻഡോയുടെ അഭിപ്രായം തരുമ്പം ജിൻഡോ പറഞ്ഞത് ഇവരാദ്യമേ വന്നപ്പോൾ ഇവർ പറഞ്ഞത് എല്ലാവരും സർ അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അത് എനിക്ക് നന്നായി തോന്നിയില്ല ലാലേട്ട. ഒരു വീട്ടിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർ അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കുന്നത് അത് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് ലാലേട്ടനോട് പറയുന്നതും ലാലേട്ടൻ അത് തലകുലുക്കി സമ്മതിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോഴത്തേന് നമ്മളുടെ ശരണിയും സായിയൊക്കെ എണ്ണിച്ചെന്ന് പറഞ്ഞു അത് എപ്പോഴും വിളിക്കണമെന്നല്ല പറഞ്ഞത്, അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളിക്കണം എന്നാണ് പറയുന്നത്, ഡ്യൂട്ടി സമയത്ത് വിളിക്കണം എന്നാണ് പറയുന്നത് എന്ന് അവർ പറഞ്ഞപ്പം ജിൻഡോ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു മാസ് മറുപടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ആരും ജോലിക്കാരല്ലല്ലോ, ഇവരെല്ലാം വീട്ടുകാരല്ലേ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തിന് ഓരോ വ്യക്തികളെയും സർ അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കണം എന്ന് ജിൻഡോ ചോദിച്ചപ്പം സത്യം പറഞ്ഞാൽ പവർ ടീമിൻ്റെയൊക്കെ അണ്ണാക്കിലെ പിരിവെട്ടി കാണും എന്ന് തോന്നുന്നു. അവർക്ക് ശബ്ദമില്ലാതായിപ്പോയി. അത് ലാലേട്ടന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ജിൻഡോയുടെ ചില പ്രകടനങ്ങളും ഇന്ന് എടുത്തു പറയേണ്ടതാണ്. ജിൻഡോ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ്റെ മുമ്പിലായാലും പേടി കൂടാതെ തൻ്റെ അഭിപ്രായം തുറന്നു പറയാൻ ജിൻഡോ മടിക്കാറേയില്ല. ഇതിനിടയിൽ ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർ എനിക്കിഷ്ടമല്ലെങ്കിലും ലാലേട്ട ഞാൻ അവർ പറഞ്ഞത് സമ്മതിച്ചായിരുന്നു. കാരണം ആദ്യമായിട്ടായിരിക്കും പവർ ടീം പറയുന്ന ഒരു കാര്യം ഞാൻ അനുസരിക്കുന്നത്. അത് സർ ആൻഡ് മാഡം എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാനങ്ങ് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അതാണ് ജിൻഡോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ എന്ത് ഗൗരവപരമായ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റേതായ ഒരു ഫൺ എലിമെൻ്റ് കൊണ്ടുവരാൻ ജിൻഡോ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് ആ അന്തരീക്ഷം ഒന്ന് തണുപ്പിക്കുകയും ചെയ്യും. അതാണ് ഇങ്ങനെയുള്ള ജിൻഡോയുടെ ഈ പ്രകടനത്തിനുള്ള ഒരു സാധ്യത.